അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വാസ് ശർമ്മയുടെ വർഗീയവാദങ്ങൾക്ക് എല്ലാ രീതിയിലും കുടപിടിക്കുന്ന സംഘടനകൾ നിരവധിയാണ്. അസാമിൽ തന്നെ സമാനമായ ഒരു വർഗീയ വിദ്വേഷ രൂപം ഉണ്ടാക്കിയെടുക്കാൻ ഹിമന്ത് ബിശ്വാസ് ഏറെ നാളായി പണിപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാ രീതിയിലും മതം ഉപയോഗിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അജണ്ട. പക്ഷേ ഇത് പൊളിച്ചെടുക്കാൻ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രയും മലീനസമായ രീതിയിൽ, വൃത്തികെട്ട രീതിയിൽ വാചകം പറയുന്ന ഹിമന്തിനെ തീർച്ചയായും BJP വിലക്കിയില്ലെങ്കിൽ അത് ജനങ്ങൾ വിലക്കും എന്ന് തന്നെയാണ് ഗൗരവ് ഗൊഗോയ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വ്യക്തി ഇനിയും അസാമിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നാൽ അസാമിൽ ഉണ്ടാകാൻ പോകുന്ന നിരവധിയായ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രിയായ തരുൺ ഗൊഗോയുടെ പുത്രനായ ഗൗരവ് ഗൊഗോയ്. അസാമിൽ നമുക്കറിയാം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. പക്ഷേ ഇതിനോടകം തന്നെ BJPയിലെ നിരവധി MLA മാർ കൃത്യമായും ഹിമന്തിനെ ഒഴിവാക്കണം എന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വർഗീയവാദിയുടെ കീഴിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല. ഇതിനു മുമ്പത്തെ മുഖ്യമന്ത്രിയായ സർബാനന്ദ് സോനോവാൾ എത്രയോ ഭേദമായിരുന്നു എന്നും അദ്ദേഹത്തിനെ പോലെ ഒരാളെയോ അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയപരമായി ഉൾക്കാഴ്ചയുള്ള ഒരു വ്യക്തിയോ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ് അസാമിലെ BJP നേതൃത്വം എന്ന താക്കീത് കൂടി BJP വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷനും അസാമിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ചിന്തകളോട് കടുത്ത എതിരഭിപ്രായം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം അസാമിൽ CAA നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ഹിമന്തിന് നന്നായി അറിയാം. കാരണം അത്രത്തോളം ഹിമന്ത് അവിടെ വർഗീയവാദം കളിച്ചിട്ടുണ്ട്. രാഷ്ട്രീയപരമായി ഹിമന്ത് അവിടെ നടത്തിയ കൊള്ളരുതായ്മകൾ ഓരോന്നായി എണ്ണി എണ്ണി ലോക്സഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിരിക്കുകയാണ് MP കൂടിയായിട്ടുള്ള ഗൗരവ് ഗൊഗോയ്. നമുക്കറിയാം അസാമിലെ ധൂബ്രി മണ്ഡലത്തിലാണ് ലോക്സഭയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 10,26,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിൻ്റെ റാക്കിബുൾ ഹസൻ വിജയിച്ചു കയറിയത്. കൃത്യമായും ഹിമന്തിനറിയാം ഇനി BJPക്ക് അവിടെ കാലൂന്നാൻ കഴിയില്ല. അത്രയേറെ കോൺഗ്രസ് അവിടെ ആധികാരികമായി മുന്നേറുന്നുണ്ട്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടുതലാണെങ്കിലും വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ BJP കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു ശുഭ സൂചന തന്നെയാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരികെ വരും എന്നുള്ളത്. ഒരുപക്ഷെ അടുത്ത കൊല്ലം തന്നെ നിയമസഭയിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് ചിലപ്പോൾ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇയാളെ മാറ്റിയില്ല എങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് കൃത്യമായും താക്കീത് രൂപത്തിൽ അമിത്ഷായ്ക്ക് BJP നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ വെച്ച് കളിക്കാനും ഇത്തരത്തിൽ ട്രബിൾ ഷൂട്ട് നടത്തി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മണ്ണ് വാരി എറിയാനുമാണ് ശ്രമമെങ്കിൽ അത് വെച്ച് കെട്ടിക്കോ എന്ന് തന്നെയാണ് ഹിമന്തിനോട് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്.